ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത ടോപ്പിക് എടുക്കാൻ പോകുന്നത് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമ്മൾ ഇനി അടുത്തെടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇൻ്റഗ്രേഷൻ ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിനു മുന്നേ എല്ലാം ചെയ്തത് ഒറ്റ ഇൻ്റഗ്രൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ ഇൻ്റഗ്രൽ വരും. ചിലപ്പോൾ 1 വരും, ചിലപ്പോൾ 3 വരും. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് മാക്സിമം 3 വരെ ഉള്ളൂ. അപ്പം ഇത് വലിയ അത്രയും ഈ ചാപ്റ്ററിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് ഇക്വേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സിമ്പിൾ ചാപ്റ്ററാണ്, നമുക്ക് ഇൻ്റഗ്രേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്കിപ്പം ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു ഡബിൾ ഇൻ്റഗ്രേഷൻ. മീൻസ് ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഡബിൾ ഇൻ്റഗ്രൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഡബിൾ ഇൻ്റഗ്രൽ എങ്ങനെയാണ് ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇനി ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ഡബിൾ ഇൻ്റഗ്രൽ 0 to 2 -1 to 2 x² + y² dx dy. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഇവിടെ കണ്ടോ, ആദ്യം dx dy നടക്കുന്നത്. ഇങ്ങനെ dx dy എന്ന് പറഞ്ഞ ലിമിറ്റും എല്ലാം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം dx ചെയ്യാം. ഈ dxൻ്റെ ലിമിറ്റാണ് ഈ -1 to 2. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, dx ചെയ്യാം. ഈ തന്നിരിക്കുന്ന പോലെ തന്നെ ചെയ്യാം. ആദ്യം നമുക്ക് എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആദ്യം ആ 0 to ഏറ്റവും പുറത്ത് കിടക്കുന്ന ഇൻ്റഗ്രൽ അതേപോലെ ചെയ്തുക. എന്നിട്ട് എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആദ്യം x² വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, x³ പ്ലസ് ഇനി y² എന്ന് പറയുമ്പോൾ എന്താണ്, y² എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻ്റ് ആണ് y². അപ്പോൾ പുറത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് എഴുതുക. എന്നിട്ട് അവിടെ മിച്ചമുള്ള എന്തോ 1 ഉണ്ടല്ലേ, ഇൻറ്റു 1 കാണുമല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 1 എന്തോ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എക്സ് വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ dx വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് എന്ന് പറയുന്നത് എവിടെ തൊട്ട് എവിടെ വരെ, -1 to 2. എന്നിട്ട് അവസാനം ഒരു dy കൂടെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം 0 to 2. എന്നിട്ട് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം 2 ഇടാം. അപ്പോൾ 2³ എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്, 2³ 2�3. 2�3 എന്ന് പറയുമ്പോൾ 8. അപ്പം 8/3 പ്ലസ് y² ഇൻറ്റു എക്സിൻ്റെ അവിടെ 2 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ, മൈനസ് കൊടുക്കാം. എന്നിട്ട് ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് ആദ്യം മൈനസ് ആവുന്നിരിക്കുന്നത്. അപ്പോൾ -1 the whole cube എന്ന് പറഞ്ഞെങ്കിൽ -1 the whole cube. എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ -1 the whole cube എന്നാ. ഈ എന്താ പവർ ഓഡ് ആയതുകൊണ്ട് എന്താവും, നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് ആയിരിക്കും. അപ്പം ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് -1/3 എന്ന് കിട്ടും പ്ലസ് y² ഇൻറ്റു -1 എന്ന് വരും dy അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി മണ്ടയ്ക്കോട്ട് ചെയ്താൽ ബാക്കി എന്താ വരുന്നത്, ഇൻ്റഗ്രൽ 0 to 2 8/3 പ്ലസ് 2y² മൈനസ് ഈ മൈനസ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ടൈം മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്താവും, പ്ലസ് ആവും. പ്ലസ് 1/3. പിന്നെ ഇവിടെ രണ്ടാമത്തെ ടൈമിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. പ്ലസ് y² dy. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും dx വെച്ച് ആദ്യം ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി dy വെച്ച് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു dy ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ dy ആദ്യത്തെ 8/3 അവിടെ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് പറ്റും, 8/3 ഇൻറ്റു y
പ്ലസ് 2y² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 2y³ ബൈ 3. 2 ഇൻറ്റു y³. ആ 2 അവിടെ അതേപോലെ എഴുതി. എന്നിട്ട് y² ഇൻ്റഗ്രേറ്റ് ചെയ്തു. y² ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുന്നത്? y³ ബൈ 3 പ്ലസ് 1/3 കോൺസ്റ്റൻ്റാണ്. 1/3 ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടും? 1/3y പ്ലസ് y² വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y³ കിട്ടും. y³ ബൈ 3. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നമുക്ക് സെയിം ടേം എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്ക് കുഴപ്പമില്ല, ഇവിടെ നിന്ന് അങ്ങ് ചെയ്യാം. അപ്പം ഇവിടെ സെയിം ടേം ആയിട്ടുള്ള ഇത് സെയിമാണ്, ഇത് സെയിമാണ്. അതുപോലെ തന്നെ y³ വേരിയബിൾസ് വേണം നോക്കാൻ. വേരിയബിൾസ് സെയിം ആയിട്ടുള്ള ടേംസ് മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും y ആണ്, ഇവിടെയും y ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് അത് രണ്ടും ആഡ് ചെയ്യാം. അപ്പോൾ 8/3 പ്ലസ് 1/3 y അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് 8/3 പ്ലസ് 1/3. 8/3 പ്ലസ് 1/3 എന്നാ? 9/3 അല്ലേ? 9/3y പ്ലസ് 2y³ ബൈ 3 പ്ലസ് y³ ബൈ 3. എന്താ വരും? 3/3 അല്ലേ? 3/3y³. എന്നിട്ട് നമുക്ക് ലിമിറ്റ് കൊടുത്തേക്കാം. ലിമിറ്റ് അവിടെ നിന്നിട്ട് അവിടെ വരാം 0 to 2. അപ്പം നമുക്കിത് ഇതിൻ്റെ ആവശ്യം കട്ട് ചെയ്തേക്കാം. ഈ 9/3 കട്ട് ചെയ്താൽ എന്ത് കിട്ടും? മണ്ടയ്ക്ക് ന്യൂമറേറ്ററിൽ എന്താവും? 3 കിട്ടത്തില്ലേ? അപ്പം 3y എന്നാവും. 3യും 3യും ക്യാൻസൽ ആയി പോകത്തില്ലേ? 3യും 3യും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 1 ആവും. അപ്പോൾ നമ്മളുടെ കുറച്ചുകൂടെ നമ്മളുടെ ഫംഗ്ഷൻ സിംപ്ലിഫൈ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആദ്യം നമുക്ക് വൈക്ക് ആദ്യത്തെ 3 ഇൻറ്റു വൈക്ക് അവിടെ കൊടുക്കാം. 3 ഇൻറ്റു 2 പ്ലസ് y³ എന്ന് പറയുമ്പോൾ 2⁻³ മൈനസ് ഇവിടെ രണ്ടിടത്തും y ടേം ഉണ്ട്. രണ്ടിടത്തും 0 ഇട്ട് 3 ഇൻറ്റു 0 എന്നാ 0. y³ അവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ y-ക്ക് 0 കൊടുത്താൽ ആ ടേമും 0 ആയിപ്പോൾ. അപ്പോൾ 0 + 0 0. അപ്പം മൊത്തത്തിൽ ഞാൻ -0 എന്ന് കൊടുക്കും. ഈ മൈനസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ആ മൈനസാണിത്. ഇത് ഇത്രയും അപ്പർ ലിമിറ്റാണ് കൊടുത്തത്, ഇത് ലോവർ ലിമിറ്റ്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ വരുന്നത് 6 പ്ലസ് 3 ഇൻറ്റു 2 6 പ്ലസ് 8. 6 പ്ലസ് 8 എന്താ? 6 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 14 അല്ലേ? 14 അല്ലേ? അതെ. 6 പ്ലസ് 8 14. അപ്പം ഇങ്ങനെയാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. നമുക്കിനി ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തേക്കാം. ഇൻ്റഗ്രൽ 1 to 2 0 to 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത് x² dx dy. നമുക്ക് എന്ത് ചെയ്യാം? ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോറി, ആദ്യം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആദ്യം ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടേം ഇവിടെ ഒറ്റ ടേമല്ലോ, x² ഇൻറ്റു y എന്ന് പറഞ്ഞാൽ ഒറ്റ ടേമേ ഉള്ളൂ. അപ്പം ആദ്യം dx വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം dx വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 0 1, 2 1 to 2 x² ഇൻറ്റു y ആ കോൺസ്റ്റൻറ്റ്. y അങ്ങോട്ട് എഴുതി x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് പറ്റും? x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³ ബൈ 3 കിട്ടും. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഞാൻ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ ലിമിറ്റ് കൊടുത്തു 0 to 1 dy. ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സിന് 1 കൊടുക്കണം. എന്നിട്ട് -0 കൊടുക്കണം. അപ്പം ആദ്യം എക്സിന് 1 കൊടുക്കാം. എക്സിന് y ഇൻറ്റു 1³ ബൈ 3. 1³ ബൈ 3 എന്ന് പറയുമ്പോൾ എന്താണ്? 1/3 അല്ലേ? 1³ എന്ന് പറയുമ്പോൾ 1 തന്നെ അല്ലേ? അപ്പം 1/3 -0 കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ അവിടെ 0 കൊടുത്താൽ എന്ത് പറ്റും? ഈ ഹോൾ ടേം 0 ആയി പോകത്തില്ലേ? കാരണം y ഇൻറ്റു x³ ബൈ 3 അല്ലേ? അപ്പം എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ആ ഹോൾ ടേം 0 ആയി പോകും. അപ്പം -0 എന്നിട്ട് dy ഞാൻ വിളിച്ചു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? അപ്പം എനിക്ക് ബാക്കിയുള്ള ടേം എന്ന് പറയുമ്പോൾ എന്താ ഉള്ളത്? y ഇൻറ്റു 1/3 dy അല്ലേ ഉള്ളത്? -0 അല്ലേ? -0 വേണ്ടല്ലോ, ആവശ്യമില്ലല്ലോ. y ഇൻറ്റു 1/3 അല്ല ഇനിയുള്ളത്. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്?
y ഇൻറ്റു 1/3 1/3 കോൺസ്റ്റൻറ്റ് മാറ്റി എഴുതാം. എന്നിട്ട് y ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു dy യിലായിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ y ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? y²/2 ലിമിറ്റ് കൊടുക്കാം. 1 to 2. അപ്പോൾ ആദ്യം 1 കൊടുക്കാം. 1/3 പുറത്തെഴുതി. ഇവിടെ വേറെ ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ 1/3 പുറത്ത് എഴുതി കേട്ടോ. കോൺസ്റ്റൻ്റ് അല്ലേ, അതുകൊണ്ട് ഞാൻ 1/3 പുറത്ത് എഴുതി. ഇനി ആദ്യം 2 കൊടുക്കാം. വൈക്ക് 2 കൊടുക്കാം. ആദ്യം അപ്പോൾ എന്താ 2²/2 വരും. മൈനസ് ഇനിയും വൈക്ക് 1 കൊടുക്കാം. അപ്പോൾ 1²/2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഈക്വൽ ടു 1/3. 2²/2 എന്നാണ് 4/2. 4/2 എന്ന് പറയുമ്പോൾ 2 അല്ലേ, 2 മൈനസ് 1/2 അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് 1/3 ഇൻറ്റു 3/2 അല്ലേ. അപ്പോൾ ഫൈനൽ ആൻസർ വരുന്നത് 1/2 ആണ്. ഫൈനൽ ആൻസർ വരുന്നത് 1/2. കറക്റ്റ്. അപ്പോൾ ഇതാണ് ഡബിൾ ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രേഷൻ്റെ അകത്തുനിന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാവേ. അടുത്ത ടോപ്പിക്ക്